Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പൈങ്കിളി പൈങ്കിളി എന്താ ഇവിടെ നിക്കുന്നേ? അല്ല, നിന്റെ മുഖൊക്കെ വാടി നിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് നിക്കണ കാണാം. ഇപ്പൊ എന്തോ സാഡ് അടിച്ച് നിക്കുന്ന പോലെ തോന്നി. അതാ വന്നേ. എന്തേ, എനി പ്രോബ്ലം? ഇവക്ക് ഇതെന്ത് പറ്റി? എപ്പോഴും എന്നായിട്ട് സംസാരിക്കാൻ വരുമ്പം ചിരിച്ചും കളിച്ചും നല്ല പോലെ ഇല്ല സംസാരിക്കാറ്. ഇന്നെന്തേ ഇവിടെ തീരെ താല്പര്യമില്ലാത്ത പോലെ? ഇനിയിപ്പോ എന്നോടെന്തെങ്കിലും ദേഷ്യം എന്തെങ്കിലും കാണുമോ? അല്ല, ഒന്നാമത് സാറി എൽസൊക്കെ ഇവളെ എനിമിയല്ലേ. എന്നെ ഇനിയിപ്പോ അവളെ എനിമിയായി കാണാൻ തുടങ്ങിയോ? ഓ നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് പൈങ്കിളി. പ്ലീസ്, ഞാൻ നിനക്ക് ഒരിക്കലും എനിമിയല്ല. പൈങ്കിളി, ആർ യു ഓക്കെ? ഇല്ല, എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. എന്തേ, എന്നോടെന്തെങ്കിലും ദേഷ്യണ്ടോ? പൈങ്കിളി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? നോക്ക്, ഞാന് മനഃപൂർവ്വം നിന്നെ മൈൻഡ് ആക്കാതിരുന്നതില്ല. എന്റെ സിറ്റുവേഷൻ കൊണ്ടാ. അത് മാത്രമല്ല, ബോട്ടിങ്ങിന് പോയ സമയത്ത് ഞാനും നീ വന്ന ബോട്ടിൽ വരണമെന്ന് വിചാരിച്ചേ. ബട്ട് നടന്നില്ല. സാറി എൽസിയും ഒറ്റയ്ക്കല്ലേ വരുന്നേ. അതാ ഞാൻ ആ ബോട്ടില് വന്നേ. വേറെ ഒന്നല്ല. വേറെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും നിന്നെ ഹേർട്ട് ആക്കണമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആവർത്തിക്കത്തില്ല. ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ഹേർട്ടായോ? അത് എന്താന്ന് അറിഞ്ഞൂടാ. നീ മിണ്ടാതിരുന്ന കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഫീലായി. അതുകൊണ്ടാ. നീ ഓക്കെ അല്ലേ? ഞാൻ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറ കേട്ടോ. ഞാന് എങ്ങനെ വേണമെങ്കിലും സോറി ചോദിക്കാം. കാരണം എന്തോ നീ മിണ്ടാതിരുന്ന ഐ ഫീൽ ബാഡ്. അതുകൊണ്ടാ. അല്ല, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? റിയലി? ഒരു നിമിഷം കൊണ്ട് പേടിച്ചു പോയി. അല്ല, ഞാൻ നിന്നെ മിസ് ചെയ്തോന്ന്. അല്ല, പഴയ പൈങ്കിളിനെ മിസ് ചെയ്തോന്ന് ഒന്ന് പേടിച്ചു പോയി. മണിക്കുട്ടാ, എന്താണത്? അവളെന്നോട് എന്താ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നില്ലേ? പിന്നെ നീ ഇവിടെ നിന്നാൽ എങ്ങനെ? നീ പോ, ഞങ്ങള് സംസാരിച്ചിട്ട് വരാം. ചെല്ലേ. അങ്ങനെ അവക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്താണെങ്കിലും അവൾ എന്റെ മുന്നിൽ തന്നെ പറയട്ടെ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. വൈകോ, നീ ഫോണിൽ എന്താ പറഞ്ഞേ? ഞങ്ങളെ നേരിലൊന്ന് കാണുന്നേ. കണ്ടല്ലോ, കണ്ട സ്ഥിതിക്ക് വന്ന കാര്യം കഴിഞ്ഞില്ലേ? പിന്നെന്താ? അത് മണിക്കുട്ട,
വൈക, നീ ഇപ്പൊ ചെയ്യണത് ഒട്ടും ശരിയല്ല. അത് നിനക്കെന്നെ നന്നായിട്ട് അറിയാം. മണിക്കുട്ടാ, എന്തോന്നത്? അവൾ എന്നോട് സംസാരിക്കണേല് നിനക്ക് എന്താ ബുദ്ധിമുട്ട്? അവള് എന്നോടല്ലേ സംസാരിക്കണെന്ന് പറഞ്ഞേ. എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പം തന്നെയാ. ഇപ്പൊ ഞാൻ കാരണല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നേ. അവളോട് വരുമ്പോ തന്നെ എല്ലാ കാര്യവും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ. നീയും ഞാനും കമ്മിറ്റഡാന്നുള്ള കാര്യം അടക്കം. എന്നിട്ടും അവൾ നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞാ അതെന്താന്ന് ഊഹിക്കാൻ അറിയാത്ത പൊട്ടനൊന്നുമില്ല ഞാന്. വീണേച്ചി പ്ലീസ്, അവള് എന്ത് തന്നെ പറഞ്ഞോട്ടെ, അത് എന്നോടല്ലേ പറയുന്നേ. അത് ഞാൻ കേട്ടോളാം. നിനക്ക് കേൾക്കണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. അല്ലേലും ഞാൻ ഇവിടെ നിന്നോട് നിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ചെല്ലേ, അവക്ക് സംസാരിക്കാനുള്ളതേ എന്നോടാ. വീണേ, കാര്യം അറിയാതെ പറയല്ലേ. അവൾ ഓരോ പിച്ചും പിഴയൊക്കെ വിളിച്ചു പറയും. അത് കേട്ടിട്ട് നീ എന്നോട് കയർത്ത് കയറാൻ നിന്നാ. ദേ മണിക്കുട്ട, ഞാൻ നിന്നോട് ദേഷ്യപ്പെടേ കയർത്ത് കയറി ഒന്നല്ല. അവക്ക് എന്നോട് എന്തോ കാര്യം പറയാനുണ്ടത്രേ. അതെന്താന്ന് കേൾക്കണേല് ഇപ്പൊ എന്താ കുഴപ്പം? ശരി, അവക്ക് പറയാനുള്ളത് അവള് പറയട്ടെ. ഞാനും ഇവിടെ തന്നെ നിന്നോളാം. അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവനെ പറ്റി നിനക്ക് തന്നെ അറിഞ്ഞൂടെ? അല്ല, നീ എന്താ പറയാൻ വന്നേ? അത് പിന്നെ വീണേച്ചി. പറ വൈക, അവനൊന്നും മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളത്. നീ ധൈര്യമായിട്ട് സംസാരിച്ചോ. ചേച്ചി, അത് പിന്നെ ഞാനിത് പറഞ്ഞോണ്ട് ചേച്ചി വേറൊന്നും വിചാരിക്കല്ലേ. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. അയ്യോ വൈക, എന്ത് പറ്റി? എന്തിനാ നിങ്ങനെ കരയുന്നേ? എന്താണെങ്കിലും പറയുന്നേ. അത് പിന്നെ വീണേച്ചിയും മണിക്കുട്ടനും കമ്മിറ്റായ കാര്യൊക്കെ ഞാൻ കുറെ മുന്നേ അറിഞ്ഞായിരുന്നു. സോറി ചേച്ചി, ഞാനിങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് ഇപ്പോഴും മണിക്കുട്ടനെ ഇഷ്ടമാ. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. പക്ഷേ അതിനുശേഷം ഞാൻ തന്നെ എനിക്ക് ഈ തീരുമാനം എടുത്തതിനെ ആലോചിച്ച് കുറെ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മണിക്കുട്ടനെ കോണ്ടാക്ട് ചെയ്യാനും മെസ്സേജ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഈ അടുത്ത അവന്റെ ഇൻസ്റ്റ ഞാൻ കണ്ടേ. അപ്പത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ചേച്ചി, എനിക്ക് ഇപ്പോഴും എനിക്ക് മണിക്കുട്ടനെ ഇഷ്ടം. അവനില്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല ചേച്ചി. വൈക, മണിക്കുട്ട സ്റ്റോപ്പ് ഇറ്റ്. ചേച്ചി പ്ലീസ്, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കൂ. എനിക്ക് എന്റെ മണിക്കുട്ടനെ ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി അവന്റെ ലൈഫ് ഒന്ന് മാറി തരോ. മണിക്കുട്ട സ്റ്റോപ്പ് ഇറ്റ്. വൈക, നീ കരയല്ലേ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ. ചേച്ചി പ്ലീസ്, ഒന്ന് പ്രോമിസ് ചെയ്തതാ. ചേച്ചി മണിക്കുട്ടന്റെ ലൈഫ് ഒന്ന് എന്നേക്കായിട്ട് പുറത്ത് പോകുന്നത്. പ്ലീസ് ചേച്ചി, എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല. അന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഉണ്ടാ എന്ന് ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നേ. ഇപ്പൊ എനിക്കെന്റെ തെറ്റ് മനസ്സിലായി ചേച്ചി. പ്ലീസ്, എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല ചേച്ചി. എനിക്ക് എന്റെ മണിക്കുട്ടനെ തിരിച്ചു വേണം ചേച്ചി. ചേച്ചിയുടെ കാലം പിടിച്ച് ചോദിക്കാൻ ചേച്ചി. പ്ലീസ്, എനിക്ക് എന്റെ മണിക്കുട്ടനെ ഒന്ന് തിരിച്ചു തരോ. വൈക പ്ലീസ്, ഇങ്ങനൊന്നും ചെയ്യല്ലേ. എനിക്ക് വേറെ ഒരു വഴി ഇല്ലാത്തോണ്ട് ചേച്ചി. പ്ലീസ് ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. വൈക, നീ അവളെ വാക്ക് കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കല്ലേ. അവളോട് ഞാൻ വരുമ്പോ തന്നെ പറഞ്ഞതാ ഈ വക കാര്യം സംസാരിക്കാനാണെങ്കിൽ വരാൻ നിൽക്കണ്ടെന്ന്. ഇപ്പൊ വന്നതും പോരാ, നമ്മൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക. ദേ വൈക, ഞാൻ വരുന്ന മുന്നേ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നു. പാസ്റ്റ് ഈസ് എ പാസ്റ്റ്. പഴയ കാലം ആലോചിച്ചിട്ടാണ് വരുന്നെങ്കിൽ വരണ്ടാന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. നീ എന്റെ കഴിഞ്ഞ കാലം മാത്രമാണ് മൈ പാസ്റ്റ്. പക്ഷേ വീട് അങ്ങനെയല്ല. എനിക്ക് അവളില്ലാണ്ട് പറ്റത്തില്ല. എന്റെ എല്ലാം അവളാ, അവള് മാത്രാ. വീണേ, നോക്ക് വൈക, ഇങ്ങനെ കരയണത് ആദ്യം നിർത്ത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളെ
എന്റെ ലൈഫ് എന്നെ തട്ടിപ്പറിക്കാൻ വന്നിട്ടും അവളോട് ഇത്രയും സഹതാപം കാണിക്കുന്നത് ഇതൊക്കെ ലെസ് ഓവർ അല്ലേ വീണേ? നോക്ക്, നീയും എന്റെ തമ്പുരിനെ പോലെ തന്നെയാ. എത്ര കവളായിട്ട് അടിപിടി കൂടിന്ന് പറഞ്ഞാലും അവള് കരയുമ്പം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാ നീ കരയണ കാണുമ്പോഴും എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. നീ ഇങ്ങനെ കരയല്ലേ? ചേച്ചി, ഞാൻ എപ്പോഴും പറയാ ചേച്ചി, ചേച്ചിനെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. പക്ഷേ എനിക്ക് എന്റെ മണിക്കൂട്ടിനില്ലാതെ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവനെ എപ്പോഴും എപ്പോഴും ഒത്തിരി ഇഷ്ടമാ. അവനില്ലാതെ എനിക്ക് പറ്റത്തില്ല ചേച്ചി. എനിക്ക് എന്റെ മണിക്കൂട്ടിനെ തിരിച്ചു തരുമോ ചേച്ചി? വൈക നിർത്തിക്കാം, അല്ലെങ്കിൽ ഇനി എന്റെ അടുത്ത് വേർച്ച കൊണ്ട് പറഞ്ഞേക്കാം. വൈക പ്ലീസ്, നീ ഇങ്ങനെ കരയല്ലേ? എല്ലാത്തിനും പരിഹാരമുണ്ട്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ? വീണ, നിനക്കെന്താ പ്രാന്തായോ? അവള് എന്ത് കാര്യം ആവശ്യപ്പെടുന്നത് നിനക്ക് വല്ല ബോധമുണ്ടോ? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തില് അവള് തലേ കെട്ടാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവക്കെ രണ്ടടിന്റെ കുറവാ. അത് കിട്ടിയാ താരങ്ങ് പൊയ്ക്കോളും. അല്ലാതെ നിങ്ങൾ തലോടി വശമാക്കേണ്ട ആവശ്യമില്ല. നോക്ക്, അവൻ പറയണമെന്നും നീ കാര്യാക്കണ്ട. ഇപ്പൊ ഈ നിമിഷം ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം, മണിക്കൂട്ടൻ ഇനി നിന്റെയാ, എന്റെ മാത്രം. ഇനി അവന്റെ ലൈഫില് ഞാൻ ഒരിക്കലും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസാ. ഓക്കേ? വീണേ, എന്താണത്? നീ അങ്ങോട്ടേ പോന്നേ? വീണേ, വീണേ, ഞാൻ പറയണ കേക്ക്. വീണേ, നിക്ക്. ആഹാ, ഈ വരുന്നത് നമ്മളെ കക്ഷിയല്ലേ? എങ്ങോട്ടാ ഈ പരക്കം മാഞ്ഞു പോന്നേ? അത് പൈങ്കിളിനെ കാണാനേ. അവളെ കുറേ നേരം തേടുന്നേ, ഏടും കാണുന്നില്ല. അതാ, നീ എവിടെങ്കിലും അവളെ കണ്ടായിരുന്നോ? ആഹാ, എന്റെ ബേബി ഹാപ്പി ആണല്ലോ. ഹലോ, നിന്നോട് ചോദിക്കുന്നേ. അത് കുറച്ചു നേരത്തെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ല, എന്റെ ബേബി ഇന്ന് ഹാപ്പി ആണല്ലോ. അല്ല, ഇങ്ങനെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നേ. ഓഹോ, അതേന്നെ, എന്റെ ബേബിനെ ഇങ്ങനെ കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു രസല്ലേ ബേബി? അല്ല, എനിക്ക് നിന്നെ രുദ്രാന്നും ഉണ്ണിമോളെന്നൊക്കെ വിളിക്കാനാ താല്പര്യം. പക്ഷേ എന്റെ മനസ്സതിനെ സമ്മതിക്കുന്നില്ലെന്നേ. എന്റെ മനസ്സിനെ നിന്നെ ബേബീന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടെ. അല്ല, നീ തന്നെ ഒന്ന് പറഞ്ഞേ, നമ്മളെ മനസ്സ് പറയണതില്ലേ കേൾക്കാൻ പാടുള്ളൂ. ചില സന്ദർഭങ്ങളിലൊക്കെ മനസ്സ് പറയണത് കേട്ടില്ല നടിക്കണതാ നല്ലത്. അല്ലാന്നുണ്ടെങ്കിലേ ആരോഗ്യത്തിന് ഹാനികരാവും. വാട്ട് എ പഞ്ച്! എനിക്ക് റിയലി ലൈക്ക് ആയിട്ടോ. ഓ, മതി മതി, ഞാൻ പോവാ. ഞാനേ പൈങ്കിളിനെ തെരഞ്ഞിറങ്ങിയതാ. അല്ല, അവൾ എവിടെ ഉണ്ടാവാന്ന് വല്ല ഐഡിയ ഉണ്ടോ? അവിടെ കുറച്ച് കഴിഞ്ഞാ വണ്ടി വരുന്നൊക്കെ പറയണ കേട്ടായിരുന്നു. ഞാനും തമ്പുരാണെങ്കിൽ ഓരോ വഴിക്ക് അവളെ തേടി നടക്കുവാ. ഓഹോ, തമ്പുരും അപ്പൊ പൈങ്കിളിനെ തേടി ഇറങ്ങിയതാണല്ലേ? പിന്നെ എന്തേ അങ്ങനെ ചോദിച്ചേ? അല്ല, അവള് തേടുന്നത് കണ്ടായിരുന്നേ പൈങ്കിളിനെ. കൂടെ തന്നെ ഗൗതമുണ്ട്, അവക്കൊരു കൈസകായിട്ട്. അപ്പൊ നീയും ഒറ്റയ്ക്കല്ലേ അവളെ തേടാൻ പോണേ? കൂടെ കൈസകായിട്ട് ഞാൻ വേണമെങ്കിൽ. അങ്ങനെ പറയില്ലെന്നേ, എനിക്കും പൈങ്കിളിനെ കാണേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും. ഐ മീൻ, ഞാനേ പൈങ്കിളിനെ നോക്കാൻ എങ്ങോട്ട് വേണമെങ്കിലും പോയി നോക്കാലോ. ഇവിടെ റിസോർട്ടല്ലേ, കുറെ സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ എവിടെയാണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി നോക്കാലോ. അതാ ഉദ്ദേശിച്ചേ. ഓ, അത് ശരി. ഞാനും വരട്ടെ? അല്ല, ഞാനും വരട്ടെ പൈങ്കിളിനെ തേടാൻ. പോരെ. പക്ഷേ ഒരു കാര്യം, ഓരോന്നും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. മിണ്ടാതെ വരുവാണെങ്കിൽ കൂടെ കൂട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഹേ ഇല്ല, നോം നിനക്ക് ഒരു ഡിസ്റ്റർബ് ആവത്തില്ല. കൂടെ കൂട്ടിയാ മാത്രം മതിയെന്നേ. എടാ, എന്താ പറയുന്നേ? ഇതൊക്കെ ഉള്ളതാണോ? അതേടാ, സത്യത്തില് തമ്പുര് തടഞ്ഞോടാ, അല്ലെങ്കിൽ ഒരു 4 എണ്ണം കൂടെ പൊട്ടിച്ചു കൊടുത്തേനെ. ശരി, വിട്.
ഞാൻ അവളോട് സംസാരിക്കാം. ഇനി അവളെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കത്തില്ല. പോരെ? അല്ല, ഉണ്ണിമോളെ കാര്യം ഇതൊക്കെ എപ്പോഴാ നടന്നേ? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നേ? ഓ, എന്നോട് പറയാൻ നീ അതിന് ഫ്രീ ആയിരിക്കണ്ടേ? ഇവിടെ വന്നപ്പോ മുതല് നിനക്ക് എന്നോട് സംസാരിക്കാൻ നേരില്ല. ഏത് നേരവും നിന്റെ പുതിയ ചങ്ങാതിമാരെ കൂടെ അല്ലേ നടത്താം. അപ്പൊ പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറിയതാ. ഇപ്പൊ നിനക്ക് ഒഴിവുണ്ടെന്ന് തോന്നി, അതാ വന്ന് പറഞ്ഞേ. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ലൈഫില് ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആരും നിനക്ക് പകരാകത്തില്ല. അത് നീ മനസ്സിലാക്ക്. ഓ, അതൊക്കെ എനിക്ക് അറിയാടാ, ചുമ്മാ പറഞ്ഞതാ. അല്ലടാ, എന്നാലും നീ ഉണ്ണിമോളോട് അത്ര ഹാർഷായിട്ട് പറയണ്ടില്ലായിരുന്നു. അതാലേ അവള് 2 ദിവസമായിട്ട് സാഡ് ആയിട്ടിരിക്കുന്നേ. ഓ, അതൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നോട് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണോ സാഡായത്, അതുകൊണ്ടല്ലേ സാഡായതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്കെന്നെ അറിയാവുന്നതല്ലേ. ഞാനെന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അത്ര ഹാർഷായിട്ടൊന്നും പറയണ്ടില്ലായിരുന്നു. പാവം, അവക്ക് നല്ല ഹേർട്ടായി കാണും. അവളെ ഒന്നെങ്കിലും എന്റെ മടിയിൽ വെച്ച് കൊഞ്ചണോ? അല്ല, മടിയിൽ വെച്ച് കൊഞ്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ചിരിച്ചെങ്കിലും സംസാരിച്ചൂടെ? അല്ല, നിനക്ക് അവളെ ഇഷ്ടമല്ല എന്നുള്ളതൊക്കെ ഓക്കെ. ബട്ട് അവളെ കാണുമ്പം സംസാരിക്കാതെ അവയുടെ ആണതും ബാക്കിയുള്ളവരുടെ മുന്നില് അവളെ ഇൻസൾട്ട് ചെയ്യണതിന് തുല്യല്ലേ? അതെങ്കിലും ഒന്ന്. നീ പറഞ്ഞല്ലോ, നോക്കാം. അല്ല, ഇത്രയൊക്കെ നടന്നിട്ടും നീ തമ്പുരനോട് നിന്റെ ലവ് തുറന്നു പറഞ്ഞില്ലേ? എടാ, അത് തുറന്ന് പറയണമെന്നൊന്നുമില്ലെന്നേ. പറയാതെ പറയണ പ്രണയവും ഒരു പ്രണയല്ലേ. അത് മാത്രല്ല, പറയാതെ പറയണ പ്രണയത്തിന് മധുരം കൂടുതലായിരിക്കുന്നേ. ഞങ്ങളെ പ്രണയത്തിന് ഇപ്പൊ നല്ല മധുര. അത് അങ്ങനെ തന്നെ പോട്ടെന്നേ. അല്ല, അത് മധുരൊക്കെ തന്നെ. ഇനി അതിൽ വല്ല ഉറുമ്പ് അരിക്കാണ്ട് നോക്കണ്ടേ? അങ്ങനെ ഉറുമ്പ് അരിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ നിന്റെ പ്രണയം തുറന്ന് പറഞ്ഞല്ലേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിലേ മധുരമുള്ള നിങ്ങളെ പ്രണയത്തിന്റെ ഇടയില് ഒരു കട്ടുറുമ്പ് വന്നാ മതിയെന്നേ. ആ മധുരൊക്കെ അങ്ങേ ഇല്ലാണ്ടായിക്കോളും. അതെന്തായാലും നടക്കുന്ന എനിക്ക് തോന്നില്ല. അവക്കറിയാം എനിക്ക് അവളെ ഇഷ്ടാന്ന്. എനിക്കറിയാം എനിക്ക് അവളെ ഇഷ്ടാന്ന്. പരസ്പരം ഞങ്ങൾ അറിഞ്ഞാ പോരേടാ. അത് വാഗൊണ്ട് പറയണമെന്നൊന്നുമില്ലല്ലോ. അത് കരുതി പറയൂലെന്നല്ല. ഇപ്പൊ ഞങ്ങളിടയില് ഈ പ്രണയം തുറന്നു പറയാന്നുള്ളത് ഞങ്ങള് കാണുന്നത് ഒരു സെന്റൻസിലൂടെ അറിയിക്കാന്നുള്ളതാ. പക്ഷേ ഇവിടെ സെന്റൻസിലല്ലോ മെയിനെ, മനസ്സല്ലേടാ. അവളെ മനസ്സിനറിയാം എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടാന്ന്. അതേപോലെ എന്റെ മനസ്സിനറിയാം അവക്കെന്നെ ഒരുപാട് ഇഷ്ടാന്ന്. അപ്പൊ പിന്നെ മനസ്സും സംസാരിക്കുമ്പോ മനുഷ്യരായ നമ്മള് സംസാരിച്ചിട്ട് തന്നെ പ്രണയം പ്രകടിപ്പിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഹോൾഡ് ചെയ്തേക്കുവാ. എന്നെങ്കിലും ഒരു ദിവസം, എന്നെങ്കിലും അല്ല, വൈകാതെ തന്നെ ആ 3 സെന്റൻസ് അങ്ങ് പറയുന്നേ. അതൊക്കെ പോട്ടെ. ദേ, ഇപ്പൊ ഋഷിന്റെ വയറ്റാല് പോയിട്ട് എന്നെ തന്നെ മൈൻഡ് ആക്കുന്നില്ല. ഇനി അവളെങ്ങാനും നിന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാ അവക്ക് വേണ്ടി എന്നെ തന്നെ അങ്ങ് മറന്നു കളയോടാ. ഇതെന്ത് ചോദ്യാടാ? ഈ ഗൗതമ അത്രക്കാരൻ നെഹിഹേ. പ്രണയത്തിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പോ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി പ്രണയോ ഒരിക്കലും വിട്ടുകളയത്തില്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം വലുതാണോ അതേപോലെ തന്നെ അവള് എത്രത്തോളം വലുതാണോ അതേപോലെ തന്നെ നീ. നിനക്ക് വേണ്ടി അവളെയോ അവക്ക് വേണ്ടി നിന്നെയോ ഒരിക്കലും ഞാൻ ഒഴിവാക്കത്തില്ല. രണ്ടും എനിക്ക് 2 കണ്ണു പോലെയാ. കൊള്ളാം, നല്ല ഭാവിയുണ്ട് നിനക്ക്. താങ്ക് യു. വീണേ നിക്ക്, നിന്നോട് നിക്കാനാ പറഞ്ഞേ. മണിക്കുട്ട, നിന്നോട് കയ്യിന്ന് വിടാനാ പറഞ്ഞേ. മര്യാദയ്ക്ക് വിട്ടോ, അതാ നിനക്ക് നല്ലത്. എടേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് മാത്രല്ല, അവിടെ അവളോട് നീ എന്തൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് പോന്നേ? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നല്ല ബോധത്തോടെ തന്നെ സംസാരിക്കുന്നേ. നീയാ ഇപ്പൊ ബോധമില്ലാതെ നടക്കുന്നേ. നീ ആദ്യം നിന്റെ സ്വഭാവത്തോടെ ഓരോ തീരുമാനം എടുക്കാൻ പഠിക്കേ. നിലപാടുള്ള തീരുമാനം എടുക്കാൻ പഠിക്കേ. വീണേ, എന്തോന്നു ചോദിച്ചാ? അല്ല, ഇപ്പൊ നീ ചെയ്ത തെറ്റിനൊക്കെ ഞാനാണോ കുറ്റക്കാരി? അല്ല, നീ പറഞ്ഞോന്നേ, അതിന് ഞാനാണോ കുറ്റക്കാരെങ്കിൽ അത് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാന്നേ. അല്ല, ഞാനാണല്ലോ നിന്നെ വൈകനെ എങ്ങോട്ടേക്ക് വിളിച്ചു എത്താൻ പറഞ്ഞതും എല്ലാം. അപ്പൊ എല്ലാത്തിനും കാരണക്കാരി ഞാനാ, ഞാൻ മാത്ര പോരെ? എന്താ വീണേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് അവളെ കാണുന്ന വെച്ചാ ഞാനായിട്ട് പറഞ്ഞൊന്നുമില്ലല്ലോ. അവളായിട്ട് ഇൻസ്റ്റയില് ഇങ്ങോട്ടേക്കായിട്ട് തേടി വന്ന് മെസ്സേജ് അയച്ച്. എന്തായാലും നമ്മൾ കമ്മിറ്റഡ് ആയതല്ലേ. ഇനിയിപ്പോ അവളെ വെറുതെ ശത്രുവായിട്ട് കാണണ്ടല്ലെന്ന് വിചാരിച്ച് ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ അവള് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞതാ ഞാനും വീണയും കമ്മിറ്റഡ് ആയതാന്ന്. അതിനുശേഷം അവള് നമ്മൾ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നിന്നോട് പറയാൻ വിട്ടുപോയി. ഇവിടെ എത്തിയപ്പോഴാ വൈക മെസ്സേജ് അയച്ച കാര്യം എനിക്ക് ഓർമ്മ വന്നേ. അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഇതില് ഞാൻ എന്ത് പറയാനാ? ഇത് നീയും
നിന്റെ വൈകിയും തമ്മിലുള്ള പ്രശ്ന. ഇതില് മൂന്നാമതൊരാള്. ഞാൻ ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഞാൻ അവളോട് പറഞ്ഞു തന്നെ നിന്നോടും പറയാനുള്ളത്. ഇനി നീ അവളതാ, അവളത് മാത്രം. ഇനി നിനക്ക് എനിക്കൊരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് മാത്ര. ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലായിട്ട് ഒരു ബന്ധവും എനിക്ക് നിന്നോടുമില്ല, നിനക്ക് എന്നോടുണ്ടാവാൻ പാടില്ല. വീണേ, നീ പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിച്ചോ. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. എന്തേ നിനക്ക് വരുന്ന ദേഷ്യത്തിന്? ബാക്കി പറയുന്നേ. ദേ മണിക്കുട്ട, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. ചീറ്റിംഗ് ഈസ് എ ചോയ്സ്, നോട്ട് എ മിസ്റ്റേക്ക്. ഇനി നീ എത്ര തന്നെ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാന് വൈകിക്ക് കൊടുത്ത വാക്കാ. അത് അവസാനം വരയ്ക്കും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അല്ലേലും ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റിക്കത്തില്ല. കാരണം ഞാൻ വീണയാ. അതും കൂടെ നീ മനസ്സിലാക്കിക്കോ. കൈവിട്. വിടാനാ പറഞ്ഞേ. പ്ലീസ് ഒന്ന് നീക്ക്. വീണേ, കേടോ എവിടെയാ? അവനെ റൂമിലുണ്ടല്ലോ. എന്തേ, എന്ത് പറ്റി? ഒന്നുമില്ല, അത് കേടോനെ നോക്കാൻ വേണ്ടി വന്നതാ. ഞാനൊന്ന് പോട്ടെ. ഓ, അപ്പോ അവളിങ്ങനെ പോവാൻ കാരണക്കാരൻ ഇവനാണല്ലേ? നിനക്ക് നടന്നതൊക്കെ ശരിക്കും ഭയങ്കര ബാഡായി പോയി. എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. സത്യം, ഇങ്ങനൊന്നും നടക്കുന്ന ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവന്റെ ഓരോ അടിയും ഇടി പോലെയായിരുന്നു. അറിയോ, ചെവിയിൽ അങ്ങ് പൊന്നീച്ച പാറയടി. ഇപ്പോഴും എന്റെ ചെവിന്ന് കുയീന്നല്ലാതെ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നോ? ഓ ഗൗതമ ഇത്രക്കാരനാണെന്ന്. ഞാൻ കരുതി അവനെ കണ്ടപ്പം അവനെ ഹാൻസം ആയതുകൊണ്ട് ഇത്രക്കാരൻ നെഹിന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോഴല്ല, ഒന്നാം റൗഡി അവനെ. ശരി വീട്, ഇനിയും നടന്നതിനെ പറ്റി മാത്രം ആലോചിച്ചോണ്ടിരുന്ന വേദന കൂടത്തേ ഉള്ളൂ. നീ വാ, ഞാൻ നിനക്ക് എന്തെങ്കിലും അല്ല വേണ്ട ഐസ് പാക്ക് വെച്ചുതരാം. അതാകുമ്പം വേദനയ്ക്ക് കുറച്ച് റിലീഫ് ഉണ്ടാവും. എന്നാലും എന്തൊരു നാണക്കേടത്. അതും ആ തമ്പുരന്റെ മുന്നിൽ വെച്ചെന്നെ അവൻ എന്നെ അടിച്ചല്ലോ. ആരും കാണാതാണ് അടിച്ചെങ്കിൽ പിന്നെ ആശ്വസിക്കായിരുന്നു. ഓരോടുത്ത് ചാടണമെന്ന് വിചാരിച്ചോ? അവളെ മുന്നിൽ തന്നെ വെച്ച് അവൻ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി. ഓ, ഈ ചെവി ഇപ്പോഴും കേൾക്കുന്നില്ല. എടി, നിനക്കറിയോ അവൻ അടിച്ച അടിയിലെ എന്റെ കീഴൊന്ന് പറയുന്നേ. എടി, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്തോ കാര്യം? വാ, ഞാൻ നിനക്ക് ഐസ് പാക്ക് ഇട്ടുതരാവേ. അല്ല, ഇവിടെ മാത്രമേ വേദനയുള്ളൂ. അപ്പുറത്ത് ഫ്രണ്ടാണ് നോക്കത്തില്ല. ഒരു തൊഴിൽ വെച്ചാലും പറഞ്ഞേക്കാം. എടി സോറി എടി, അത് ഒരു ഭാഗം മാത്രം നീ പറഞ്ഞോണ്ടിരുന്നില്ലേ? അതായത് വന്നപ്പോ മുതൽ ഇവിടെ തന്നെ കൈ വെച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ അവിടെ കനത്തിൽ കൊണ്ടില്ലെന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. അപ്പൊ നിനക്ക് ആ സൈഡും വേനാവുന്നുണ്ടല്ലേ? നിക്ക്, ഞാനേ എന്നാ 2 ഐസ് പാക്ക് എടുത്തോണ്ടിരാം. ഓക്കെ? ഓ, വാഗൊണ്ട് വട ചുട്ടത് മതി. പോയി എടുത്തോണ്ടിരാ നോക്ക്. വേദന കൊണ്ട് മനുഷ്യന് നിക്കാൻ പറ്റുന്നില്ല. നിക്ക് നിക്ക്, ഞാൻ പോവാ. അല്ല, ഇത് ആ തമ്പുരല്ലേ? അവളിപ്പോ എന്തിനാ മോങ്ങിയോണ്ട് വരുന്നേ?
തരുമോ? അയ്യോ കരയില്ലേ, നിക്ക്, ഞങ്ങള് പോയി നിന്റെ ചേച്ചിനെ വിളിച്ചോണ്ടിരാം. എന്തേ പെട്ടെന്ന് വയറ് വേദനിക്കുന്നേ? എന്തേ രാവിലെ കഴിച്ചെന്തെങ്കിലും ചേർന്നില്ലേ? ഞൂടാ, നല്ല വയറുവേദന. ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് വന്നതാ. എന്റെ ചേച്ചിനെ ഒന്ന് വിളിച്ചോണ്ടിരോ പ്ലീസ്. ഓ, നിന്റെ ചേച്ചിനെ വിളിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനെന്തിനാ ഇങ്ങനെ കരയുന്നേ? നിക്ക്, ഞാൻ പോയി നിനക്ക് വെള്ളം കൊണ്ടുവരാം. അപ്പത്തേക്കും എൽസ പോയി വീണേച്ചിനെ കൊണ്ടുവന്നോളൂ. എൽസ, ആ പറയടി. ചെല്ല്, നീ പോയി അവളെ ചേച്ചിനെ വിളിച്ചോണ്ട് വാ. ഞാനേ അവൾക്ക് വെള്ളം കൊടുത്ത് അവളെ ഇങ്ങോട്ടേക്ക് ഇരുത്തിക്കാം. ഓക്കേടി, ഞാൻ ഇപ്പൊ വരാം. നോക്കിക്കേട്ടോ. ചെല്ല്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ വയറുവേദന മാറുമോ? വാ, വന്ന് ആ സ്റ്റെപ്പിലിരിക്ക്. ഞാന് വെള്ളം എടുത്തോണ്ട് വരാം. ഇങ്ങനെ കരയല്ലേ? എണീക്ക്, പതി എണീക്ക്. എന്നിട്ട്